ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM സംസ്ഥാന സമിതി അംഗം നമ്മോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ, വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്ന ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട് എന്നും ഇതിൽ അന്വേഷണം വേണമെന്നുമാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിലെ ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പുതിയൊരു ആഫീസ് ഊഞ്ഞാറിൽ ആരംഭിച്ചതായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്കാരും അറിയില്ല. നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനം വിദേശ നാണയ നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം നാട്ടുപിഴനാടുകളുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിലെ കോടതി വിധിയിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? എത്രയോ കമ്പനികൾ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ബന്ധുക്കളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ കമ്പനിയിലും വന്ന ഓരോ തുകയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? ആ കമ്പനികൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ ബിസിനസുകളെ കുറിച്ചോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വ്യവഹാരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? പ്രധാനപ്പെട്ട ചോദ്യം, രാഷ്ട്രീയമായും നിയമപരമായും ഉത്തരം പറയേണ്ട ചോദ്യം, കേരള സർക്കാർ എന്താണ് തെറ്റായി ഈ കമ്പനിക്ക് അനുകൂലമായി വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്? അതിന്റെ വസ്തുതകൾ പറയാൻ ആർക്കെങ്കിലും എവിടെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയോ ഹർജി കൊടുക്കുകയോ ചെയ്താൽ അതൊന്നും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഇക്കാര്യത്തിലെ ഷോൺ ജോർജ് ഉന്നയിക്കുന്ന ആരോപണം അഡ്വക്കേറ്റ് അനിൽകുമാർ, SNC ലാവ്ലിൻ, PwC അടക്കമുള്ള കമ്പനികൾ എക്സാലോജിക്കിന്റെ വിദേശ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തെളിവുകളുമായിട്ടാണ് ഉപഹർജി സമർപ്പിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. കേരളത്തിലെ സർക്കാർ തെറ്റായ ഏതെങ്കിലും ഒരു കാര്യം ഇത്തരം ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾക്ക് അനുകൂലമായി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മാത്യു കുഴൽനാടൻ നൽകിയ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി പറയുന്നത് എന്താണ്? കേരള സർക്കാർ യാതൊരു സഹായവും നൽകിയിട്ടില്ല എന്നാണ്. ഉയർന്നു വന്ന പരാതി മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവർക്കും നിയമവിരുദ്ധമായ ഒരു സഹായവും കേരള സർക്കാർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി അത് CPM-നെയോ ഗവൺമെന്റിനെയോ ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ വ്യക്തിപരമായി ഏതെങ്കിലും കമ്പനികൾ എവിടെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റവും പൊളിയും തോണ്ടിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിങ്ങനെയാണ് എന്നും യഥാർത്ഥത്തിൽ ഇപ്രകാരം ഇടപാടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിൽ വിവിധ സ്ഥാപനങ്ങൾ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അഴിമതി ആരോപണമായി ഉന്നയിക്കുന്നതിന് എന്തെങ്കിലും മര്യാദ വേണം. അതുകൊണ്ട് ചോദ്യം ഇതാണ്, സംസ്ഥാന സർക്കാർ തെറ്റായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉന്നയിക്കണം. മറുപടി നൽകുന്നതാണ്, കൃത്യമായ മറുപടി നൽകും.